ശ്രീ വി രാജേഷ്, സമരപ്പന്തലിലേക്ക് ഇന്ന് നിങ്ങളുടെ നേതാക്കളും ഉണ്ടായിരുന്നു, കെ സുരേന്ദ്രനും ഉണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടോ? കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കുക എന്നുള്ളത്. അതിതുവരെ ചെയ്തിട്ടില്ല. കേന്ദ്രത്തോട് പറയാനുള്ളത് ഞങ്ങൾ അഭ്യർത്ഥിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സമരം ചെയ്യുന്നവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എത്രത്തോളം ചെയ്തിട്ടുണ്ടെന്നൊരു വിഷയം കൂടിയുണ്ട്. ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരായ സമരത്തിന് ഒന്ന് എരിവ് കൂട്ടാൻ വേണ്ടിയാണ് പലപ്പോഴും നിങ്ങളിൽ പലരും ആ സമരപ്പന്തലിലേക്ക് എത്തുന്നത് എന്നൊരു ആക്ഷേപമുണ്ട്. സ്മൃതി, താങ്കൾ ഇപ്പം പറഞ്ഞ അങ്ങനെയുള്ളൊരു കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് പോയി ആശാവർക്കർമാരെ കണ്ടിട്ട് ഞങ്ങളുടെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവർ തൊട്ടടുത്ത ദിവസം തന്നെ, അതിനുശേഷം ലഭ്യമായ ആദ്യ സമയത്ത് തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് അവരെ കൊണ്ട് തീരുമാനമെടുപ്പിച്ച് അത് അവരുടെ പ്രസ്താവനയാക്കി പുറത്തിറക്കി അത് നേരെ തിരിച്ചു വന്ന് ആശാവർക്കർമാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പോൾ ആശാവർക്കർമാർക്ക് ഒരുപാട് അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് തൊഴിലാളികളായിട്ട് അവർ അംഗീകരിക്കണം എന്നുള്ളത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. പക്ഷേ ഒരു രാജ്യം ഭരിക്കുന്ന സർക്കാരിന് എല്ലാ സംസ്ഥാനങ്ങളിലെയും നിലവിലുള്ള സാഹചര്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ വ്യത്യസ്ത മണിക്കൂറുകളാണ്. 3 മണിക്കൂർ ജോലി ചെയ്ത സ്ഥലമുണ്ട്, കേരളത്തിൽ ഇപ്പോൾ 12 മണിക്കൂറാക്കി, അതുപോലെ തന്നെ കൂടിയും കുറഞ്ഞുമുള്ള സമയമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ തന്നെ ഒരു ഏകീകൃത രൂപം കൊണ്ടുവന്നാൽ മാത്രമേ കേന്ദ്ര ഗവൺമെൻറ് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള, അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്, അതിൻ്റെ പരിശോധന പുറകിലാണ്. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഇത്രത്തോളം അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ, പ്രത്യേകിച്ചും ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ളവരുടെ പ്രശ്നത്തിൽ സമയബന്ധിതമായി ഇടപെട്ട് കാര്യങ്ങൾ ചെയ്ത ഒരു ഗവൺമെൻറ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എന്താ, നമ്മുടെ തിരുവനന്തപുരത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും പിണറായി സർക്കാരിൻ്റെ ഈ തോന്നിയാസം കൊണ്ടാണെങ്കിലും ഇവിടെ ഉണ്ടായ ഈ സമരം ദേശീയ തലത്തിൽ തന്നെ ആശാവർക്കർമാരുടെ വേതനം പുനഃസംഘടിപ്പിക്കണം, അവരുടെ തൊഴിൽ സമയം ഏകീകരിക്കണം, അവരെ തൊഴിലാളികളായി അംഗീകരിക്കണം, അവരുടെ എല്ലാ പ്രശ്നങ്ങളും പഠിച്ച് പരിഹരിക്കണം, അവർ ഈ രാജ്യത്തിൻ്റെ അനിവാര്യ ഘടകമാണ് എന്നുള്ള ചർച്ച ഉയർന്നു വരികയും അത് ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ നേതൃത്വവും ഗവൺമെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടവർ തന്നെ അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുകയും ഇത്രത്തോളം അനുഭാവപൂർവ്വം സഹോദരിമാർ, അമ്മമാർ എന്നുള്ള നിലയ്ക്ക് ഒരു തൊഴിലാളി സമൂഹത്തെ ചേർത്ത് പിടിച്ച ഒരു ഗവൺമെൻറ് രാജ്യത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. എന്താണ്, നേരത്തെ മിനി പറഞ്ഞല്ലോ, കോവിഡ് സമയത്തുൾപ്പെടെ ഇവർ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ, അതിൽ നിന്നുകൊണ്ടാണ് ഈ സർക്കാരുകൾ നിലനിൽക്കുന്നത്. അത് നരേന്ദ്രമോദി ഗവൺമെൻറ് ആയിക്കോട്ടെ, പിണറായി വിജയൻ ഗവൺമെൻറ് ആയിരിക്കും, ഈ ഗവൺമെൻറ്റുകൾക്കൊക്കെ തന്നെ അന്തസ്സോടെ ലോകത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ കോവിഡിനെ പ്രതിരോധിച്ചു എന്ന് പറയാൻ സാധിച്ചത് സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് കോവിഡ് സമയത്തുൾപ്പെടെ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മുന്നണി പോരാളികളായിട്ട് നിന്നവരാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാതെ ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകാം, മനുഷ്യത്വപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. സ്മൃതി പറഞ്ഞു, ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരു നിമിഷം വൈകിയിട്ടുണ്ടോ? കണക്ക് പറഞ്ഞപ്പോൾ വന്നപ്പോൾ എന്താ, കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ട പണം മുഴുവനും കൊടുത്തു, കൂടുതലും കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ്, ശ്രീമതി വീണ ജോർജ് സമൂഹത്തിൻ്റെ മുൻപിൽ മുഴുവനും നാണം കെട്ടല്ലേ നിൽക്കുന്നത്? എത്ര തവണ ആ മന്ത്രി, ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിലെ ഒരു മന്ത്രി ജനങ്ങളുടെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞിട്ടുള്ളത്? കേന്ദ്ര ഗവൺമെൻറ്റിലെ ആർക്കെങ്കിലും അത്തരത്തിൽ പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും വളരെ ജനുവിനായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് പോകുന്നത്. സ്വാഭാവികമായി ഇപ്പം ആശയപരമായി ഞങ്ങളോട് യോജിക്കുന്നവരാരുമല്ല സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ആശയപരമായി ഞങ്ങളുമായിട്ട് കേരളത്തിന് തരാനുള്ളത് തന്നു എന്ന് JP നഡ്ഡ പാർലമെന്റിൽ പറഞ്ഞതിന് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് കേരളത്തിൽ നിന്നൊരു MP. അല്ല, അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിക്കോട്ടെ, എന്തായാലും രാജ്യത്തിൻ്റെ ആരോഗ്യമന്ത്രിക്ക് തെറ്റായ കാര്യങ്ങൾ പാർലമെൻറ്റിൽ പറയാൻ സാധിക്കില്ലല്ലോ. അവകാശ ലംഘന നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ഗവൺമെൻറ് അതിന് മറുപടി കൊടുക്കും. എന്തായാലും കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞതിനെ രാജ്യം മുഖവിലേക്ക് എടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, ആശയപരമായിട്ട് ഞങ്ങളുമായിട്ട് ശക്തമായി വിയോജിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ ഈ സമരത്തിനുണ്ട്. പക്ഷേ അവരുടെ ആവശ്യവുമായിട്ട്, അവരുടെ പോരാട്ട വീര്യവുമായിട്ട് ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു. ഞങ്ങളുടെ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പലരും ചോദിച്ചു, ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളല്ല, ആശയപരമായി നമ്മളുമായിട്ട് വിയോജിക്കുന്ന പലരുമുണ്ട്. പക്ഷേ ഞങ്ങൾ പറഞ്ഞു അത് കേരള സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ്. മാത്രവുമല്ല, ഇവിടെ സമരം ചെയ്ത സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇന്ന് വന്ന കുറേ ആശാത്തൊഴിലാളിമാരുണ്ട്. എല്ലാ ദിവസവും അവിടെ നൂറുകണക്കിന് തൊഴിലാളിമാർ സമരം ചെയ്യുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അത് ഞാൻ കാണുന്നു, ഞാനൊരു വാർഡിൻ്റെ ഒരു കൗൺസിലർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിനെ കാണുന്നത് കേരളത്തിലെ മുഴുവനും ജനങ്ങളുടെ പ്രശ്നവും ഏറ്റെടുത്താണ് അവർ സമരം ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ വാർഡിൽ തന്നെ സ്മൃതി ഞാൻ പറയാമല്ലോ, ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു ചുമതലയും കൂടെ ഉള്ളതുകൊണ്ട് പല കാര്യങ്ങൾക്കും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടാറില്ല. പക്ഷേ
അവർ തന്നെ ആ വാർഡിലുള്ള ആശാ വർക്കർ തന്നെ ഈ കാര്യം അറ്റൻഡ് ചെയ്തിട്ട് എന്നോട് വിളിച്ച് പറയണം, സാർ ഇന്ന വീട്ടിലേക്ക് ഒരു കോൾ വന്നു, ഞങ്ങൾ ചെയ്തു. ആരെയൊക്കെയാണെന്ന് അറിയാമോ? അരുണൊക്കെ മനസ്സിലാക്കണം. അരുണ് ഒരുപക്ഷെ പൊതുപ്രവർത്തകൻ, താഴെത്തട്ട് നിൽക്കുന്ന ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഈ കാര്യങ്ങൾ നേരിട്ട് അറിവുള്ള ആളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അരുൺ നമ്മളൊക്കെ ചർച്ച ചെയ്യണം. ആ വീണാ ജോർജ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കിടക്കയിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യുന്ന ആൾക്കാരെ ഇവർ ഹാൻഡിൽ ചെയ്യാറുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ അന്വേഷിച്ച് പിടിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി പാവങ്ങളെ വിളിക്കാറുണ്ട്. ഇനി വിദേശത്തുള്ള ബാങ്കുകളുണ്ടല്ലോ, ആ ബാങ്കുകൾ അവിടെ നിന്ന് ലോൺ കൊടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ പലരും നാട്ടിലേക്ക് വരും. ഇവരുടെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പാവങ്ങളെ വിളിക്കാറുണ്ട്. ഇവർക്കറിയില്ല, ഇതിൽ പലതും ഇവരുടെ ജോലിയല്ല. പക്ഷേ ഈ പാവപ്പെട്ട ഈ സ്ത്രീകൾ ഇതൊക്കെ ചെയ്യുകയാണ്. ഇവരൊക്കെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ രാത്രി 8 മണി 9 മണിയാവും. അതിനുശേഷമാണ് വാട്സാപ്പിലൂടെ ഇവർ അന്ന് ചെയ്ത ജോലികളൊക്കെ തന്നെ മെസ്സേജ് അയക്കുന്നത്. ജോലികൾ അന്ന് വാട്സാപ്പ് മെസ്സേജ് അയച്ചില്ലെങ്കിൽ ഇവർ ആ ദിവസം ജോലി ചെയ്തതായിട്ട് കണക്ക് കൂട്ടുകയില്ല. ഞാൻ ചോദിക്കട്ടെ, ഓരോ ജോലിയും ചെയ്യുന്നതിന് ഇത്ര രൂപ. അതിൽ നേരത്തെ മിനി പറഞ്ഞല്ലോ, പെട്രോൾ അടിക്കണം. ഒരു സ്ത്രീ ഒരു ദിവസം മുഴുവൻ ഒരു വാർഡിൽ കറങ്ങണമെങ്കിൽ എത്ര രൂപ പെട്രോൾ വേണം? ഒരു മാസം പൂർണ്ണമായിട്ട് ഒരു മോട്ടോർ ബൈക്ക് അല്ലെങ്കിൽ ഒരു ഇരുചക്ര വാഹനം ആ വാർഡിൽ ഓടുമ്പോഴേക്ക് എത്ര രൂപയാവും അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി? 7000 രൂപ തികച്ച ആർക്കെങ്കിലും കിട്ടിയ മാസമുണ്ട്? 6000, 6500, 5900 ഇതല്ലേ കിട്ടിയിട്ടുള്ളൂ. എന്തിനാ സാധിക്കില്ലെങ്കിൽ എന്തിനാ 2021 തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രികയിൽ ഞങ്ങൾ 21,000 രൂപ കൊടുത്തോളാം എന്നുള്ള വാഗ്ദാനം എന്തിനാണ് നൽകിയത്? അപ്പോൾ എല്ലാ മേഖലയിലും പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ്. ഇതാ ഇപ്പം നിങ്ങൾ തന്നെ റിപ്പോർട്ടർ ചാനൽ എന്താ സ്ക്രോൾ കാണിക്കുന്നത്? അങ്കണവാടി ജീവനക്കാർ സമരരംഗത്തേക്ക്. മനസ്സിലാക്കണം, അങ്കണവാടി ജീവനക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങളെ, തിരിച്ചറിവും വേഗവും വെച്ചിട്ടില്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ പോലെ പരിപാലിക്കുന്ന, ചെറിയ ശമ്പളവും വാങ്ങിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന അങ്കണവാടി ജീവനക്കാർ സമരത്തിലേക്ക്. അരുണേ, നിങ്ങളുടെ ശക്തമായ യൂണിയൻ KSRTC നേരത്തെ ഇവിടെ പരാമർശിച്ചല്ലോ, KSRTC തൊഴിലാളികൾ സമരരംഗത്തേക്ക്. ഒരു സമരവും ഒരു വിഷയവും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെ പൊളിക്കുവാൻ വേണ്ടി വില കുറഞ്ഞ, നിലവാരം കുറഞ്ഞ സംസാരങ്ങൾ നടത്തിക്കൊണ്ട് സ്ത്രീകളെ അപമാനിക്കുവാനും അധിക്ഷേപിക്കുവാനും അതിൽ PhD നേടിയ കുറേ നേതാക്കന്മാരെ ഇറക്കി രംഗത്ത് വിട്ടുകൊടുക്കുകയാണ്. ഞാൻ വേറൊന്നുകൂടെ ചോദിച്ചോട്ടെ, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ശ്രീ AK ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നല്ലോ, തെരുവോരങ്ങളിൽ പന്തൽ കെട്ടി സമരം ചെയ്യരുതെന്ന്. എന്തേ? AK ആന്റണി മുഖ്യമന്ത്രിയായത് മുതൽ പതിറ്റാണ്ടുകൾ പിന്നീട് ഇന്ന് വരെ പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ പുതിയതായിട്ട് ഹൈക്കോടതി വിധി വന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ വഞ്ചിയൂരിൽ റോഡ് കെട്ടി അടച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വിധി വന്നത്. എന്നിട്ട് ഈ പാവപ്പെട്ട ആശാവർക്കർമാർ ഒരു നീല ടാർപ്പായ എടുത്ത് 4 പെണ്ണുങ്ങൾ 4 സൈഡിൽ നിന്ന് അതിനെ പൊക്കി പിടിച്ചിട്ട് 2 ഇഡലിയും ദോശയും കഴിച്ചപ്പോഴേക്കും നിങ്ങളുടെ അവിടുത്തെ വീരശൂര പരാക്രമിയായ കണ്ടോൺമെന്റ് SI വന്നിട്ട് ആ ടാർപ്പയെ വലിച്ചു. ആരുണേ, ഒരു ടാർപ്പയുടെ ചുവട്ടിലിരുന്നുകൊണ്ട് മഴ നനയാതെ 4 ഇഡലി ആ പാവപ്പെട്ട സ്ത്രീകൾ കഴിച്ചു എന്ന് വെച്ചിട്ട് ഇവിടെ ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ലല്ലോ. ഏതെങ്കിലും ഒരു ജഡ്ജി അവർ ടാർപ്പ പിടിച്ചത് ആഹാരം കഴിക്കാനാണ് സമരത്തിരുന്നപ്പോൾ മഴ പെയ്തു എന്ന് പറഞ്ഞപ്പോഴേ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുക്കുവോ? അവരെപ്പോഴും ജയിലിലിടുവോ? ശരി, നമുക്ക് ചർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ മാത്രമാണ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഉള്ളത്. അതുകൊണ്ട് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.